Yes, welcome back to Salem Lane. It's me, Shahid Ramzan. പ്രിയപ്പെട്ട മക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം നിങ്ങൾ അത്രയധികം ഇഷ്ടത്തോടു കൂടിയാണ് മാത്സ് മേളയുടെ ഓരോ എപ്പിസോഡും കാണുന്നത് എന്ന് നിങ്ങളുടെ കമൻസുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കമൻസുകളെല്ലാം നമ്മൾ വായിക്കാറുണ്ട്. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതൊരു കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക തന്നെ വേണം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് കമൻസുകൾ മാത്രമാണ് ഇവിടെ വെച്ചത്. എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ മക്കളെ, തീർച്ചയായിട്ടും നമ്മൾ എന്താക്കാൻ പോവുകയാണ്, നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് മാത്സ് മേള ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, സൈലം SLC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ പോയി നോക്കുക. അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഒരുപാട് ഫിസിക്സിനാണെങ്കിലും കെമിസ്ട്രിക്കാണെങ്കിലും ഓരോന്നിനും ഓരോ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് SSLCയിലെ A+ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസിൻ്റെ പ്ലേലിസ്റ്റാണ്. അതിൽ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എല്ലാം ഉണ്ട്. നിങ്ങൾ പോയി കാണാവുന്നതാണ്. ഞാൻ മാത്സ് മേളയുടെ ഒരു സീരീസാണ് ജസ്റ്റ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ പോയി നോക്കിയാൽ ഇങ്ങനൊരു പ്ലേലിസ്റ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതിൽ ഇപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയും ചാപ്റ്റേഴ്സ് കുറച്ച് അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് പതിയെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ നിങ്ങളുടെ എക്സാമിൻ്റെ മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസുകളൊക്കെ എത്തും. സോ പോവുക, കാണുക കേട്ടോ. സോ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കോൺ അഥവാ വൃത്തസ്തൂപി എന്ന് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഒരു കാരണവശാലും മിസ്സാക്കരുത്. സോ ഈ കാണുന്ന ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിലേക്ക് നിങ്ങൾ ആകെ പഠിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു സർക്കിൾ ഉണ്ടാവും. ഓക്കെ, ആ സർക്കിളിൽ നിന്നും ഒരു സെക്ടർ അഥവാ വൃത്താംശം മുറിച്ചെടുക്കുന്നു, അങ്ങനെ തന്നെ പറയും. ഈ കാണുന്ന ആംഗിളിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ എന്ന് പറയുന്നു. ആ മുറിച്ചെടുത്ത സെക്ടർ നമ്മൾ എന്താക്കുന്നു, ഒരു കോൺ, ഒരു വൃത്തസ്തൂപിയാക്കുന്നു. ഈ കാണുന്നതിനെ നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവുയരം എന്ന് പറയുന്നു. സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവുയരം. ഈ കാണുന്നതാണ് ആ വൃത്തത്തിൻ്റെ റേഡിയസ് ആണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്, മാറിപ്പോയത്. അത് ക്യാപിറ്റൽ ലെറ്റർ ആറും. ഈ വൃത്തസ്തൂപികയുടെ റേഡിയസിനെ അഥവാ പാദ ആരം, ബേസ് റേഡിയസിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു കാര്യം പഠിച്ചു വെച്ചോളൂ, ഈ നീളം തന്നെ ആയിരിക്കും ഈ നീളം ഉണ്ടാവുക. അതായത് പോയിന്റ് നമ്പർ 1 ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ എല്ലും സെയിം ആണ്. പരീക്ഷ ചോദിക്കും, 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വൃത്തം, അതിൽ നിന്നും ഞാൻ 120 ഡിഗ്രി സെൻട്രൽ ആംഗിളിൽ ഒരു സെക്ടർ കട്ട് ചെയ്തെടുക്കുന്നു, വൃത്താംശം കട്ട് ചെയ്തെടുക്കുന്നു എങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ചെരിവുയരം എത്ര? അപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 10 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അലർജി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എവിടെയൊന്നും തൊട്ടുപോയി. അതാ. ഓക്കെ, സോ അത് ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ട്രയാങ്കിൾ ഇവിടെയുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. ഓക്കെ, ലാഹോർ എന്ന് ആലോചിച്ചാൽ മതി, ലാഹോർ. അപ്പോൾ മറ്റേ 2 ടോപ്പിക്കിൽ നിങ്ങൾ 2 ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ LHR. ഓക്കെ ഓക്കെ, തുമ്മാ വന്നതാ, അത് പോയി. ഓക്കെ മക്കളെ, അതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഇതൊരു ഷീറ്റാണല്ലേ, ഒരു കഷ്ണമാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നതും ഈ കാണുന്ന കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്, വക്രതല പരപ്പളവ്, CSA എന്ന് പറയുന്നത് സെയിം ആണ്. രണ്ടും എന്താണ്? വക്രതല പരപ്പളവ്, പയ്യാറലാണ്. ഏതൊക്കെ? ഇതിൻ്റെ ഏരിയ കേട്ടോ, ഈ സെക്ടർ വൃത്താംശത്തിൻ്റെ ഏരിയയും അതും. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ വൃത്താംശത്തിൽ ഇല്ലാത്ത ഭാഗമാണ്, എൻ്റെ മുകളിലില്ല അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവ് എന്ന് പറയുന്നു. അത് πr² ആണ്, സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്, ഉത്തപ്പ. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ 2 കൂടി കൂട്ടിയാൽ മതി, πr² + πrl. പിന്നെ ഇതിൻ്റെ വ്യാപ്തം കാണാൻ 1/3 πr²h. എന്താണ് 1/3 πr² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ്, പാദം ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഒരൊറ്റ കാര്യം കൂടി ഇതിൽ പഠിക്കാണ്ട്, ഈ കാണുന്ന ചാപ്റ്ററിന് അല്ലെങ്കിൽ ഈ കാണുന്ന ടോപ്പിക്കിന് 2 രീതിയിലാണ് ചോദ്യം വരാം. ഒന്ന് സെൻട്രൽ ആംഗിൾ തന്നിട്ടൊരു ക്വസ്റ്റ്യൻ വരും, ഒന്ന് സെൻട്രൽ ആംഗിൾ തരാതൊരു ക്വസ്റ്റ്യൻ തരും. കേന്ദ്രകോൺ തന്നിട്ടും കേന്ദ്രകോൺ തരാതെയും. കേന്ദ്രകോണുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം ഉണ്ടോ ഉറപ്പിച്ചോളൂ, അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ R/L = x/360 ആണ്. ഓക്കെ, R/L എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ R ആണ് കേട്ടോ, R/R രണ്ടും സെയിം ആണ്. ഓക്കെ, അതല്ലാത്ത ഇക്വേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ കാണുന്ന ഇക്വേഷൻസ്, പിന്നെ ഇതൊക്കെ നമ്മൾ എന്താക്കുന്നത്, അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചിലപ്പോൾ ഇത് 2 കൂടി കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വരും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, സെൻട്രൽ ആംഗിൾ ഉണ്ടോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. അത്ര ആലോചിച്ചാൽ മതി. സെറ്റ് അല്ലേ? ഇനി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾ കാര്യം പഠിച്ചു വെച്ചോളൂ. ഒരു കോണ് വരുന്നത് ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം വോള്യം ഇതാണ് ഒരു കോണ് വരുന്നത്. അപ്പോൾ സിലിണ്ടറിൻ്റെ വോള്യം എന്ന് പറയുന്നത് ആ 1/3 അങ്ങ് ഒഴിവാക്കിയാൽ മതി, πr²h ആണ്. ഈ കോണിൻ്റെ വോള്യം എന്ന് പറഞ്ഞാൽ 1/3 πr²h. ഓക്കെ, ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ലാഹോർ ഉണ്ട്, πr² + πrl ഉണ്ട്, 1/3 πr²h ഉണ്ട്. ആ 3 ടോപ്പിക്ക് മെയിനായിട്ട്. πr² ഓൾറെഡി അതിലുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചു വെച്ചാൽ സെറ്റാണ്. ഈ ഒരു ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, അത്രേ ഉള്ളൂ. ചോദ്യത്തിലേക്ക് കിടക്കാൻ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. അതാട്ടോ ഇതിൻ്റെ മാത്സ് മേളയുടെ പ്ലേലിസ്റ്റ് പോയാൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് കാണാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ, നന്നായി ശ്രദ്ധിക്കുക. ഇതിൽ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പിച്ചോ. അവിടെ ഏതാ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? R/L = x/360. സിമ്പിൾ. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആൻഡ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ. ഒരു സെക്ടർ എന്താണ്? സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ 120 ഡിഗ്രിയാണ്. എന്തിൻ്റെ റേഡിയസ് ആണ്? അത് ശ്രദ്ധിക്കണം. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിളും അതിൻ്റെ റേഡിയസ്. സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് ഇതാണ്. സെക്ടറിൻ്റെ റേഡിയസ് എത്രയാണ്? 12 ആണ്. ക്യാപിറ്റൽ ലെറ്റർ R 12 ആണ്. അതങ്ങ് എഴുതി വെക്കുക. അത് റോൾഡ് അപ്പ് ഇൻറ്റു എ കോൺ. അത് ചെയ്തിട്ട് എന്താക്കുന്നു? ഒരു കോൺ, ഒരു വൃത്തസ്തൂപി ഉണ്ടാക്കുന്നു. സൈഡിൽ വരച്ചു വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി നിങ്ങളോട് പറയാണ് ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് സ്ലാൻഡഡ്. ഇതിൻ്റെ ചെരിവ് ഉയരം എത്ര? അപ്പോൾ ഇത് 12 ആണ്, ഇത് എത്രയാണ്? 12. ഒന്നാമതിന് ആൻസറായി. എത്ര സിമ്പിളാണ് നോക്കിയാൽ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കും മക്കളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി കോൺ. വൃത്തസ്തൂപികയുടെ ആരം കാണാൻ. അപ്പോൾ R/L, L എന്ന് പറഞ്ഞാൽ 12 = x എത്ര? 120/360. ചെറിയ നമ്പറൊക്കെ നമുക്ക് വെട്ടാം. 0 0 വെട്ടാം. 12നെ 36നെ വെട്ടാലോ? 12ൽ എത്ര 6 ഉണ്ട്? 2. 36ൽ എത്ര 6 ഉണ്ട്? 6. ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് വെട്ടാം. വീണ്ടും 2ൽ എത്ര 2 ഉണ്ട്? 1. 6ൽ എത്ര 6 ഉണ്ട്? 6ൽ എത്ര 2 ഉണ്ട്? 3. അപ്പോൾ R/12 = എന്താണ്? 1/3 ആണ്. ബൈ 12നെ = അങ്ങോട്ട് എടുത്താൽ എന്തായി? R = 1/3 × 12. ഇനി അല്ലെങ്കിൽ മറ്റൊരു ട്രിക്ക് എന്താ വെച്ചാൽ ഇവിടെ 3 ആണ്, ഇവിടെ 12 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഈ 12 ഇവിടെയും വരണം. അപ്പോൾ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 4/12. അപ്പോൾ R = 4. അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. ക്ലിയർ ആണല്ലോ? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 1 മാർക്കല്ല, 2 മാർക്കല്ല, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് കിട്ടി. ഇതേപോലെ അടുത്തൊരു ചോദ്യം നോക്കും മക്കളെ. ഈ കാണുന്ന ചിത്രത്തിൽ എന്തുണ്ട്? കൃത്യമായിട്ട് സെൻട്രൽ ആംഗിൾ തന്നിട്ടില്ല, പക്ഷേ സെൻട്രൽ ആംഗിളായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഒരു കോൺ ഉണ്ടാക്കുന്നു. റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 20 സെൻറ്റിമീറ്റർ. ഒരു അർദ്ധവൃത്തം വളച്ചുകൊണ്ട്, അർദ്ധവൃത്തം, ഇതാണ് അർദ്ധവൃത്തം, അത് വളച്ചിട്ട് എന്തുണ്ടാക്കുന്നു? ഒരു കോൺ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്കറിയാം അടുത്ത സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ആ ഉണ്ടാക്കുന്ന നന്നായി ശ്രദ്ധിക്കുക. കോൺ ഇസ് മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 20 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദിസ് കോൺ? അതായത് കോണിൻ്റെ അല്ല, സെമി സർക്കിളിൻ്റെ റേഡിയസ് 20 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയ്ക്കും? 20. 1 മാർക്കായി. നോക്കിയരി ആൻസർ ആട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദിസ് കോൺ. നമ്മളിപ്പോൾ അത് കണ്ട പോലെ തന്നെ R/L = x/360. 180നെ 360 നമുക്ക് എങ്ങനെ കിട്ടാം? 1/2 എന്ന് എഴുതി കൂടെ? അപ്പോൾ ഇവിടെ 20 ആണ്, ഇവിടെ 2 ആണ്. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട്. സോ ആൻസർ ഈസ് 10/20. അപ്പോൾ റേഡിയസ് എത്രയാണ്? 10 ആണ്. ആൻസറായി. റേഡിയസ് എത്രയാണ്? 10. ഇനി അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം, തിരിച്ചുകൊണ്ടാലും മതി. അത് കാൽക്കുലേറ്റ് ദ കേർവ്ഡ് സർഫസ് ഏരിയ. ചിലപ്പോൾ ഈ കാണുന്ന ചോദ്യത്തിന് പകരം എന്ത് തരുമോ? ആ സെക്ടറിൻ്റെ ഏരിയ കാണാൻ പറയും. ആ വൃത്താംശത്തിൻ്റെ പരപ്പളവ്. ആ രണ്ടും സെയിമാ. അപ്പോൾ πRL. സോ π × R × L. π × R × L എന്ന് പറഞ്ഞാൽ π × R എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 20 ആണ്. L എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോറി, R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. റേഡിയസ് 10 അല്ലേ കിട്ടി? π × R എന്ന് പറഞ്ഞാൽ 10 × L എന്ന് പറഞ്ഞാൽ 20. സോ 200 π. ഓക്കെ ആണോ? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മിസ്സാക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ സെൻട്രൽ ആംഗിളിൻ്റെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമ്മൾ തൊട്ടുമ്പോൾ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അളവ് ഞാൻ മാറ്റിത്തരാം. 12 സെൻറ്റിമീറ്ററിൽ ഞാൻ എന്താക്കാം? അവിടെ 12 ഉള്ളത് 15 ആക്കാം. ഓക്കെ, 15 ആക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഈ കാണുന്ന ടോപ്പിക് ഒരു കിഡിലൻ ടോപ്പിക്കാണ്. പക്ഷെ വളരെ സിമ്പിളാണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒരു A+ ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു A+ ആശയം, കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഇതിൽ നിന്നും ഞാനൊരു ആംഗിൾ എടുത്തു. 100 ഡിഗ്രി എടുത്ത് കൂട്ടിക്കോ. ഓക്കെ, അല്ലേ വേണ്ട, ഒരു 120 ഡിഗ്രി എടുത്ത് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 240 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് 120 ആണ്, ഇത് എത്രയ്ക്ക്? 240. അപ്പോൾ ഈ സെൻട്രൽ ആംഗിളുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? ഇപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട്, ഇപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു കോൺ ഉണ്ടാക്കുന്നു, ഒരു വൃത്തസ്തൂപിക. ഓക്കെ, ഇത് വെച്ചിട്ടും ഞാനൊരു കോൺ ഉണ്ടാക്കുന്നു, ഒരു വൃത്തസ്തൂപിക. കുറച്ചുകൂടി വലുപ്പമുണ്ടാവും, ഉണ്ടാക്കൂലേ? അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റേഷ്യോ പറഞ്ഞാൽ 120:240 ആണ്. അതായത് 1:2 ആണ്. സംശയമൊന്നുമില്ലല്ലോ. കേന്ദ്രകോണുകൾ തമ്മിലുള്ള അംശം എത്ര? 1:2 ആണ്. മക്കളെ എഴുതി വെച്ചോളൂ. അതേ റേഷ്യോ അഥവാ അതേ അംശബന്ധത്തിലായിരിക്കും ഇതിൻ്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ഉണ്ടാവുക.
അപ്പോൾ R1:R2 എന്തായിരിക്കും? 1:2 തന്നെ ആയിരിക്കും. പഠിച്ചു വെച്ചോളൂ. A+ ടോപ്പിക്. റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 1:2 ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവുയരം മാറുമോ? ഇല്ല. ഇതിൻ്റെ റേഡിയസ് എന്താണോ അത് തന്നെയാണ് ഇതിനുണ്ടാവുക. ഇതിൻ്റെ റേഡിയസ് എന്താണോ അത് തന്നെയാണ് ഇതിനുണ്ടാവുക. രണ്ടും സെയിം ആണ്. ഈ ഭാഗം ഈ ഹൈറ്റ് എന്താവില്ല, മാറില്ല. എന്തേ മാറുള്ളൂ? ഈ അടിഭാഗം മാത്രമേ വീതി കൂടുള്ളൂ. അത് ഏത് റേഷ്യോയിലാണ് കൂടുന്നത്? ഈ റേഷ്യോയിലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ A+ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. മലയാളം മീഡിയം കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്, നന്നായിട്ട് വായിച്ചു നോക്കാം. ഒരു വൃത്തത്തിൽ നിന്ന് 2 വൃത്താംശങ്ങൾ വെട്ടിയെടുക്കുന്നു. അതേപോലെ വെട്ടിയെടുക്കുന്നു. വലിയ വൃത്താംശത്തിൻ്റെ കേന്ദ്രകോൺ ചെറിയ വൃത്താംശത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ ഇരട്ടിയാണ്. അതായത് ഈ കാണുന്ന ആംഗിളിൻ്റെ ഇരട്ടിയാണ് ഈ കാണുന്ന ആംഗിൾ. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആംഗിൾ x എന്ന് എടുത്താൽ ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? 2x ആണ്. ഓരോ വൃത്താംശം വളച്ച് വൃത്തസ്തൂപി ഉണ്ടാക്കുന്നു. ഈ ചെറിയ ഒരു സാധനം എടുത്തിട്ടൊരു കോൺ ഉണ്ടാക്കുന്നു. ഓക്കെ, ആ വലിയ സാധനം എടുത്തിട്ട് എന്താക്കുന്നു? ഒരു കോൺ ഉണ്ടാക്കും. രണ്ടിൻ്റെ ഹൈറ്റ് സെയിം, ഹൈറ്റ് അല്ല, ഈ ഒരു സ്ലാൻഡ് ആയിട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? ചെറിയ വൃത്താംശം ഉപയോഗിച്ചുണ്ടാക്കിയ വൃത്തസ്തൂപിയുടെ ചെരിവ് ഉയരം, അതായത് ഇതിൻ്റെ സ്ലാൻഡ്, ഈ ചെറിയതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് 10 ആണെങ്കിൽ വലിയതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എത്ര ആയിരിക്കും എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടും എന്താണ്? സെയിം ആണ്. ഇത് 10 ആണെങ്കിൽ ഇതും എന്താണ്? 10 ആണ്. അപ്പോൾ ഒന്നാമതിൻ്റെ ആൻസർ എത്രയാണ്? സ്ലാൻഡ് ഹൈറ്റ് 10 ആണ്. ഓക്കെ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഈ 2 കോണിൻ്റെയും റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എത്ര? നമുക്കറിയാം ഇതിൻ്റെ രണ്ടിൻ്റെ സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റേഷ്യോ x:2x ആണ്. ദാറ്റ് ഈസ് 1:2. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ആരങ്ങൾ തമ്മിലുള്ള അംശം എത്രയായിരിക്കും? 1:2. എത്ര മാർക്കായി? ഇതിന് 1 മാർക്ക്, ഇതിന് 2 മാർക്ക്. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൃത്തസ്തൂപിയുടെ പാദ പരപ്പളവുകൾ ബേസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ. നമുക്കറിയാം ഇതിൻ്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr1² ആണ്. ഇതിൻ്റെ റേഷ്യോ പറഞ്ഞാൽ πr2² ആണ്. ഇത് തമ്മിലുള്ള റേഷ്യോ എത്ര? രണ്ട് ഭാഗത്ത് കോമൺ ആയിട്ട് പൈ ഉണ്ട്, വെട്ടാം. r1² പറഞ്ഞാൽ 1², r2² പറഞ്ഞാൽ 2². 1:4 ആണ്. സെറ്റാണോ? സെറ്റാണോ? നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അടിപൊളിയായിട്ട് പഠിക്കാം. സോ മക്കളെ, അടുത്തൊരു കാര്യം നോക്കിയേ മക്കളെ. അടുത്തൊരു കാര്യം എന്താണ്? വൃത്തസ്തൂപികളുടെ വക്രതല പരപ്പളവ് അഥവാ കേവ്ഡ് സർഫസ് ഏരിയ. എന്താണ് കേവ്ഡ് സർഫസ് ഏരിയ? കേവ്ഡ് സർഫസ് ഏരിയ എന്നാൽ എന്താ? πrl ആണ്. πrl, πr1 l രണ്ടും സെയിം ആണ്. ഈസ് ടു πr2 l. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വേണമെങ്കിൽ ഇതിന് ആൻസർ ഇതാം. π ഇൻറ്റു r1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു l എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ? 10 ഈസ് ടു π ഇൻറ്റു r2 പറഞ്ഞാൽ 2 ഇൻറ്റു 10. രണ്ടിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ എന്താക്കാൻ? വെട്ടാം. 10ഉം വെട്ടാം. പയ്യും വെട്ടാം. എന്ത് വന്നു? 1:2. സെയിം തന്നെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. ഒരു ഇതിൻ്റെ സെൻട്രൽ ആംഗിളുകൾ അല്ലേ? സെൻട്രൽ ആംഗിളുകളുടെ അതേ റേഷ്യോ ആയിരിക്കും ഇതിനുണ്ടാവുക. ആ സെയിം റേഷ്യോ ആയിരിക്കും ഇതിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയക്ക് ഉണ്ടാവുക. CSA 1:2, CSA 1:2, CSA 2 = 1:2. അപ്പോൾ 3 കാര്യങ്ങൾ എന്താണ്? സെയിം ആണ് കേട്ടോ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊരു A+ ടോപ്പിക്കാണ്. ഇത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്താക്കുക? ഒന്നുകൂടി റിവേഴ്സ് എടുത്ത് കാണാൻ പറ്റുമോ നോക്കുക, കണ്ട് മനസ്സിലാക്കട്ടെ. വളരെ രസകരമായുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്താക്കുന്നത് സെൻട്രൽ ആംഗിൾ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. 6 മാർക്കിന് ഒരു വട്ടം പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. സെൻട്രൽ ആംഗിളായിട്ട് വന്ന ക്വസ്റ്റ്യനാണ്. യെസ്. ഓക്കെ, ഈ കാണുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കി നോക്കിയാൽ മക്കളെ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ, ലോഹം കൊണ്ടുണ്ടാക്കിയ കട്ടിയ ഒരു വൃത്തസ്തൂപിയുടെ ആരം. ഓക്കെ, ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു എന്തിൻ്റെ ആരം? റേഡിയസ് ആണ്. സോളിഡ് മെറ്റലിൻ്റെ റേഡിയസ് ആണ്. എത്രയാണ്? 5 ആണ്. സ്ലാൻഡ് ഹൈറ്റ് 13 ആണ്. പെട്ടെന്ന് ആൻസർ കിട്ടും. ഇതിൻ്റെ ചെരിവ് ഉയരം എത്രയാണ്? 13, റേഡിയസ് 5. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഹൈറ്റ് എത്ര? ഇതിൻ്റെ ഹൈറ്റ് എത്ര? പെട്ടെന്ന് കിട്ടില്ല. നമ്മൾ പൈതഗോറസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് നിങ്ങൾ ചെയ്താൽ എന്ത് കിട്ടും? കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഈസ് ഈക്വൽ ടു ലംബ സ്ക്വയർ അല്ലെ ലാഹോർ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് കിട്ടും? 12 കിട്ടും. ഒന്നാമത്തെ ആൻസറായി. 1 മാർക്ക് സ്പോട്ട് കിട്ടി. അടുത്ത ഇതിൻ്റെ വ്യാപ്തം, വോളിയം കാണുക. വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/3 πr² ആണ്. π ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ഹൈറ്റ് നമുക്ക് കിട്ടി 12 ആണ്. ഇങ്ങനെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. വോളിയം കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ വെട്ടാനുള്ളതൊക്കെ വെട്ടാം. 12നെയും 3നെയും വെട്ടാം. 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 4 100 π എന്ന് കിട്ടും. അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ, ശ്രദ്ധിച്ചോളൂ. ഇതിനെ ഉരുക്കി 1 സെൻറ്റിമീറ്റർ ആരവും 1 സെൻറ്റിമീറ്റർ ഉയരമുള്ള വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ വലിയ കോൺ വൃത്തസ്തൂപികയെ ഉരുക്കിയിട്ട് കുറേ കുഞ്ഞു കോണുകൾ ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ എത്ര എണ്ണം ചേർന്നാലാണ് ഇതുണ്ടാവുക എന്നാണ് ചോദിച്ചത്. എത്ര കുഞ്ഞു കോണുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ എത്ര വൃത്തസ്തൂപികൾ ഉണ്ടാക്കാം, എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക?
വലിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തം, വോളിയം ഓഫ് വലിയ വൃത്തസ്തൂപിക അല്ലെങ്കിൽ വോളിയം ഓഫ് ലാർജ് കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്മോൾ കോൺ, ചെറിയ കോൺ, ഈസ് ഈക്വൽ ടു n, നമ്പർ ഓഫ് എത്ര എണ്ണം കിട്ടുമെന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം വലിയതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു നമ്മളിപ്പോൾ എഴുതിയ അതേ സ്റ്റെപ്പ് തന്നെ എഴുതുക, പൈ ഇൻറ്റു r²h, 5 ഇൻറ്റു 5 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ കോണിൻ്റെ റേഡിയസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നു, 1 ആണ്. ഹൈറ്റ് എത്രയാണ്? 1 ആണ്. ഓക്കെ, രണ്ടും 1 ആണ്. ഓക്കെ, 1/3 ഇൻറ്റു പൈ ഇൻറ്റു r², r² 1 ഇൻറ്റു 1 ഇൻറ്റു ഹൈറ്റ് എത്ര? 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വെട്ടാം? 1/3 വെട്ടാം, 1/3 വെട്ടാം, പയ്യും വെട്ടാം, പയ്യും വെട്ടാം. അപ്പം ഇവിടെ ബൈ 1 ആണ്. 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 12 ദാറ്റ് ഈസ് 300 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 1 ഇൻറ്റു 1 3 എഴുതരുതേ, 300 ഇൻറ്റു 1/1 പറഞ്ഞാൽ 300 ആണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാം? 300 എണ്ണം ഉണ്ടാക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഉണ്ടാക്കരുത്, ഈ ടോപ്പിക്ക് മിസ്സാക്കരുത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ എന്ത് തരും എന്നറിയോ? നേരെ തിരിച്ചൊരു ക്വസ്റ്റ്യൻ തരും. അതായത് ഒരു വൃത്തസ്തൂപയെ ഉണ്ടാക്കിയിട്ട് വേറെ എന്താക്കുന്നു? വേറെ ഷേപ്പ് ആക്കുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കാം? മറ്റേ സ്പിയറും കൂടി പഠിപ്പിച്ച് ഗോളം കൂടി പഠിപ്പിച്ചിട്ട് എന്താക്കാം? ചെയ്ത് കാണിച്ചു തരാം. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കില്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താക്കുന്നത്? ഒരേപോലുള്ള കുറേ വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നുണ്ട്, കുറേ എണ്ണം. ഓക്കെ, അടുത്തതിൽ എന്താ ചെയ്യുന്നത്? ഒന്നുണ്ടാക്കി ഒന്നാക്കുന്നു, രണ്ടിൻ്റെ വോളിയം സെയിം ആക്കിയിട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ എന്താക്കി തരാം, നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സോ മക്കളെ, ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതുകൂടി ഞാൻ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു എന്നതാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഭയങ്കര A+ ലെവലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, നിങ്ങൾക്ക് ആദ്യത്തിൽ ഒരു ലൈവ് കാണിച്ചു തന്നു. ആ കാണുന്ന ലൈവിൽ ഈ കാണുന്ന ലൈവിൽ ചാപ്റ്റർ 6, 7, 8, 9, 10, 11 എന്ന് പറഞ്ഞിട്ടൊരു ലൈവ് നിങ്ങൾക്ക് കാണാം. അതിൽ സോളിഡ്സിൻ്റെ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ടോപ്പിക്കിൽ നിന്ന് ഭയങ്കര ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താക്കാം, അതിൽ കാണാം കേട്ടോ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. അത്യാവശ്യം ടഫായിട്ട് വന്നാൽ പോലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വായിച്ചു നോക്കാം. ദ ബേസ് റേഡിയസ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഈസ് 3 സെൻറ്റിമീറ്റർ. ബേസ് റേഡിയസ്, പാദ ആരം. ദ ബേസ് റേഡിയസ് ഓഫ് എ കോണിൻ്റെ റേഡിയസ് ആണ്, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ r ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ, കോൺ ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഈസ് 3 സെൻറ്റിമീറ്റർ. ഒരു സെക്ടർ വളച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നു? ഒരു കോൺ ഉണ്ടാക്കുന്നു. ആ കോണിൻ്റെ റേഡിയസ് 3 ആണ്. ഓക്കെ, അതാണ് തന്നത്. ഇറ്റ്സ് സ്ലാൻഡഡ് ഈസ് 15. ഇതിൻ്റെ ചെരിവ് ഉയരം 15 ആണ്. ചെരിവ് ഉയരം 15 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സെക്ടർ യൂസ് ടു മേക്ക് ദ കോൺ? അത് നേരെ തിരിച്ചു വെച്ചു. അതായത് ഈ കാണുന്ന ഇതുണ്ടാക്കാനുള്ള റേഡിയസ് എത്രയായിരുന്നു? സ്ലാൻഡഡ്, ചെരിവ് ഉയരം 15 ആണ്. ഇത് എത്രയാണ്? 15. ആൻസറായി, 1 മാർക്കായി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ സെൻട്രൽ ആംഗിൾ? സെൻട്രൽ ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം? r/l ഈസ് ഈക്വൽ ടു, L എന്ന് പറഞ്ഞാൽ 15 ആണ്. എക്സ് അറിയില്ല, x/360. ഓക്കെ, വേണമെങ്കിൽ r/l 3/15 വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? വെട്ടിയിട്ട് 1/5 എന്ന് എഴുതാം. 1/5 ഈസ് ഈക്വൽ ടു x/360. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സിന് അവിടെ വെച്ചിട്ട് 360 അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ആൻസർ എന്ത് വരും? 360 ഇൻറ്റു 1/5 ഈക്വൽ ടു എക്സ്. 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രടാ? 365/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 72 ഡിഗ്രി കിട്ടും. 360 എത്ര 5 ഉണ്ട്? 72. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയി, 2 മാർക്ക്. 1, 2, 3 മാർക്കായി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് അഥവാ സർഫസ് ഏരിയ, വെറും ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ കാണണം കേട്ടോ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സൂചികയുടെ വൃത്താംശത്തിൻ്റെ. ശ്രദ്ധിക്കണം, ഏരിയ ഓഫ് ദി സെക്ടർ ആണ് പറഞ്ഞത്. ഞാൻ ചോദ്യം ഫുള്ള് വായിച്ചില്ലായിരുന്നു. സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr/l ആണ്, മാറിപ്പോകരുത്. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ സീൻ ആൻസർ π ഇൻറ്റു r എന്ന് പറഞ്ഞാൽ എത്രയാണ്? r എന്ന് പറഞ്ഞാൽ 3 ആണ്, ഇൻറ്റു l എന്ന് പറഞ്ഞാൽ 15 ആണ്. ദാറ്റ് ഈസ് 45 π സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്നുണ്ടോ? വേറെ ഒന്നും വേണ്ട, നിങ്ങൾ തരുന്ന കമൻറ്റുകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. സോ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ടോപ്പിൽ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം 2023 കുട്ടിയൊക്കെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വൃത്തസ്തൂപികാകൃതിയുള്ള ഒരു കൂടാരം അല്ലേ? എ ടെൻറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ. ഒരു ടെൻറ്റ് ഉണ്ട്, ആ ടെൻറ്റിൻ്റെ ഷേപ്പ് എന്താണ്? കോണാണ്. ഓക്കെ, ഓഫ് എ കോൺ വിത്ത് ബേസ് റേഡിയസ് 20 മീറ്റർ. ഇതിൻ്റെ ബേസ് റേഡിയസ് പാദ ആരം 20 ആണ്. ഹൈറ്റ് എത്ര വന്നിട്ടുണ്ട്? 15 വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ്? പൈതഗോറസ് യൂസ് ചെയ്യാം. സ്ലാൻഡ് ഹൈറ്റ് L² ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ.
അത് 400 പ്ലസ് 225, അപ്പോൾ 625 കിട്ടും. അപ്പോൾ L എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 625 പല ആളുകൾക്ക് റൂട്ട് എങ്ങനെ കാണാൻ അറിയില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം മക്കളെ. റൂട്ട് 625 കാണാൻ 625 നിങ്ങൾ ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ നമ്പർ എത്ര? 1 അല്ലാതെ 5 തന്നെയാണ്. ലാസ്റ്റ് 5 ആണെങ്കിൽ 5. ഓക്കെ, 6ൽ എത്ര 5 ഉണ്ട്? 1. 12ൽ 2, 25ൽ 5 എണ്ണം. ഓക്കെ, അതായത് 6ൽ ഒരു 5, ശിഷ്ടം 1, 1 2 12, 12ൽ 2, പിന്നെ 2 ശിഷ്ടം 25. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12ൽ 1ലില്ല 0 ഇടുക. 12ൽ 2 എണ്ണം, 5ൽ 1. വീണ്ടും അല്ലേ? യെസ്, 25ൽ 5 എണ്ണം അല്ലേടാ? യെസ്, 125. 12ൽ എത്ര ഉണ്ട്? 2. 25ൽ 5 എണ്ണം. കറക്റ്റാ. വീണ്ടും 5, വീണ്ടും 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 എണ്ണത്തിൽ നിന്ന് 1 പുറത്തെടുക്കാം. 2 എണ്ണത്തിൽ നിന്ന് 1 പുറത്ത്, 2 എണ്ണത്തിൽ നിന്ന് തന്നെ എടുക്കണേ. എന്നിട്ട് ആ പുറത്തെടുത്ത് തമ്മിൽ ഗുണിച്ച ആൻസറായി 5 × 5 25. ഓക്കെ, അപ്പോൾ അതിൻ്റെ L എത്രയാണ്? ദാറ്റ് ഈസ് ഇക്വൽ ടു 25 മാറിപ്പോവരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ മച്ച് സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ക്യാൻവാസ് ഈസ് നീഡഡ് ടു മേക്ക് ദ ടെൻറ്റ്? ഈ ഒരു ടെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എത്ര ക്യാൻവാസ് വേണം? മക്കളെ, ഒരു ടെൻറ്റ് എന്ന് പറഞ്ഞാൽ അടിഭാഗം നിങ്ങൾ കൂട്ടേണ്ടതില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്ത് കണ്ടാൽ മതി? പയ്യാറിൽ മാത്രം കണ്ടാൽ മതി, കേർവ്ഡ് സർഫസ് ഏരിയ മാത്രം കണ്ടാൽ മതി ടെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഇനി അടിത്തം കാണണമെന്ന് പറഞ്ഞാൽ മാത്രം കണ്ടാൽ മതി, അല്ല ഇത്ര കണ്ടാൽ മതി. സോ പൈ ഇൻറ്റു R. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നത് 20 ഇൻറ്റു 20 ഇൻറ്റു L എന്ന് പറഞ്ഞാൽ 25. ഓക്കെ, സോ 10 × 25 250, 20 × 25 500. സോ ആൻസർ ഈസ് 500 പൈ മീറ്റർ സ്ക്വയർ. എത്ര മീറ്റർ സ്ക്വയറാണ് വേണ്ടത്? 500 പൈ ആണ്. സെൻറ്റിമീറ്റർ അല്ല തന്നത്, മീറ്റർ ആണ് തന്നത്. അതുകൊണ്ട് മീറ്റർ സ്ക്വയറിന് ഇതാ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ക്യാൻവാസ് നീഡഡ് ടു മേക്ക് ദ ടെൻറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 60 rupees പെർ സ്ക്വയർ മീറ്റർ. ഒരു മീറ്റർ സ്ക്വയറിന് 60 പെർ സ്ക്വയർ മീറ്റർ. ഒരു മീറ്റർ സ്ക്വയറിന് 60 രൂപയാണെങ്കിൽ ഈ ഒരു ഇതുണ്ടാക്കാനുള്ള ക്യാൻവാസ്, അതായത് അതിൻ്റെ തുണീൻ്റെ നീളം എത്ര രൂപ വേണമെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇത്രയും മീറ്റർ ഉണ്ടായതുകൊണ്ട് എത്ര മീറ്ററിന് 500 പൈ ഉണ്ട്. അപ്പോൾ അതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 500 പൈ ഇൻറ്റു 60 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6 5 30, 30,000 അല്ലേ? 5000 ഇൻറ്റു 6 30,000, 10,000 പൈ. ഇത്രയും റുപ്പീസാണ് വേണ്ടത്. അപ്പോൾ പൈയുടെ വില അവിടെ കൊടുക്കണം, കാരണം രൂപയാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് രൂപ ഈസ് ഈക്വൽ ടു 30,000 ഇൻറ്റു, ഇവിടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കുക കേട്ടോ, 3.14 ആണ്. ഇത് എത്ര എന്നുള്ളത് നിങ്ങൾ എന്താക്കുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഇത് എത്ര എന്നുള്ളത് നിങ്ങൾ എന്താക്കുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഐഡിയ എത്ര ഉള്ളൂ? അപ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ ഐഡിയ എന്തേ ഉള്ളൂ? ഈ കാണുന്ന ഇത്ര ഉള്ളൂ, പൈ RL. ഓക്കെ, അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ മാത്രം കണ്ടാൽ മതി ടെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം എന്ത് പഠിച്ചു? കോൺ അഥവാ വൃത്തസുബിയെ വൃത്തി പഠിച്ചു. സെൻട്രൽ ആംഗിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചു അവിടെ R/L = x/360 ആണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇക്വേഷൻ നമ്മൾ എന്താക്കണം? യൂസ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. സോ ഇത്രയും കാര്യം ക്ലിയർ ആകുന്ന പ്രതീക്ഷയോടുകൂടി ഈ ക്ലാസ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് സ്ഫിയറും ഹെമിസ്ഫിയറും നമുക്ക് ഒരുമിച്ച് പഠിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് A+ ക്വസ്റ്റ്യൻസ്, അതോടുകൂടി ഈ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ പഠിക്കും. സോ കൂടുതൽ വീഡിയോകൾക്കുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ ബൈ.